ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ടെന്ന് അറിയാമെങ്കിലും കറികളിലൊക്കെ ചേർത്തിട്ട് നമ്മളെടുത്ത് കളയുന്ന കറിവേപ്പില കൊണ്ടുള്ള വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഇതിനു വേണ്ടി 1/2 കപ്പ് ചമ്പാ പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പച്ചരി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇത് നന്നായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഒരു 2-3 മണിക്കൂർ ഒന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. അതായത് ഇപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ ഒരു 10 തണ്ട് കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ തണ്ടൊക്കെ മാറ്റിയിട്ട് ഇല മാത്രമായിട്ട് നമുക്ക് ഈ അരിയുടെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് ഒരു 3 ഏലക്കയാണ്. അതിൻ്റെ ആ തൊലിയൊക്കെ മാറ്റിയിട്ട് കുരു മാത്രം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഏത് പാത്രത്തിലാണോ നമ്മൾ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ കുറച്ചൊരു ലൂസല്ല, അതുകൊണ്ട് മിക്സിയുടെ ജാറും കൂടെ കഴുകിയിട്ട് കുറച്ച് വെള്ളം, ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിൽ കൂടെ. ഇതിപ്പോൾ ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടില്ല. ഗ്യാസ് കത്തിക്കാതെയാണ് ഇതെല്ലാം മിക്സ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ചേർക്കുന്നത് ശർക്കര പൊടിയാണ്. ഇതിപ്പോൾ പൊടിയായിട്ട് തന്നെ ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ നമുക്കൊരു മെഷർമെൻറ്റ് കിട്ടുമല്ലോ, അതിന് വേണ്ടിയാണ് ശർക്കര പൊടി തന്നെ വാങ്ങി ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിലിപ്പോൾ മണ്ണും പൊടിയോ അങ്ങനെ ഒന്നുമില്ല ഈ ശർക്കര പൊടിയിൽ. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഗ്യാസ് കത്തിച്ച് അടുപ്പിൽ വച്ചിട്ടുണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കണം. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് കറിവേപ്പില. പക്ഷേ നമ്മൾ കറികളിലെല്ലാം ചേർത്തിട്ട് നമ്മൾ കഴിക്കില്ല, നമ്മളതിനെ എടുത്തങ്ങ് കളയും. ശരിക്കും നന്നായിട്ട് കാൽസ്യം, വിറ്റാമിൻ എ, അയൺ ഇതൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് കറിവേപ്പില എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഹീമോഗ്ലോബിൻ്റെയൊക്കെ കുറവുണ്ട്, കൈകാൽ കഴപ്പ് ഇങ്ങനെയൊക്കെ വരുന്നതിനൊക്കെ നല്ലൊരു പരിഹാരമാണ്. ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ ഇതാ കണ്ടോ, ഇതങ്ങ് കുറുകി വരും. ഇങ്ങനെ ആ ഒരു കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഈ നെയ്യും കൂടി ചേർക്കുമ്പോൾ നല്ല ഒരു സ്വാദാണ്. ഇത് ഇങ്ങനെ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കൊടുത്താൽ അവർക്ക് ഇതുപോലെ ക്ഷീണം, ആ ഒരു ഉന്മേഷക്കുറവ് ഇതെല്ലാം മാറിക്കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ്. ഇതിപ്പോൾ വശങ്ങളിൽ നിന്നൊന്നും വിട്ട് വരുന്ന അത്രയും വരെയൊന്നും നമ്മൾ ഇളക്കി കൊടുക്കണ്ട, ഒരുപാട് കട്ടിയാവുകയും വേണ്ട. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇതെടുക്കാനുള്ളത്. ഒരുപാട് അങ്ങ് കുറുകി അങ്ങ് കട്ടിയായി പോയാൽ നമുക്ക് കഴിക്കാനുള്ള ഒരു ടേസ്റ്റ് കാണില്ല. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കാഷ്യൂ ബദാം ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളിത് എടുത്ത് കഴിക്കുന്ന സമയത്ത് നമുക്കൊന്ന് കടിക്കാൻ വേണ്ടിയാണ്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും സ്കിന്നിൻ്റെ സൗന്ദര്യത്തിനും ഒക്കെ വളരെ നല്ലതാണ് ഈ കറിവേപ്പില. നമ്മൾ എണ്ണ കാച്ചുമ്പോൾ കറിവേപ്പിലയിട്ടൊക്കെ മുടി വളർച്ചയ്ക്ക് വേണ്ടി എണ്ണ കാച്ചി തേക്കും. പക്ഷേ നമ്മളത് ഉള്ളിലേക്ക് കഴിക്കാനൊരു മടിയാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഗുണങ്ങളെല്ലാം കിട്ടുകയും ചെയ്യും. നമുക്ക് സ്കിന്നിനും ഒക്കെ നല്ല തിളക്കം കിട്ടുകയും ചെയ്യും കറിവേപ്പില. ഇതിപ്പോൾ ഒരു 3 പേർക്ക് കഴിക്കാൻ പറ്റിയ അത്രയും അളവാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കറിവേപ്പില കൂടുതലായിട്ട് നമ്മൾ കഴിക്കാനും പാടില്ല.
നല്ല സ്വാദിഷ്ടമായ ഈ വിഭവം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ബൈ.